السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأتباعه وأعوانه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. ബഹുമാന്യരായ ഫസൽ തങ്ങളപുറകളെ, അഭിനന്ദരായ സാധുമാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, വിദ്യാർത്ഥിനികളെ, കുമ്പോൾ സാദാത്യങ്ങളുടെ ആശീർവാദത്തോടുകൂടെ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അഭിനന്ദരായ സയ്യിദ് അമർ കുഞ്ഞിക്കോയ തങ്ങളവറുകളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന അൽബിർ സ്ഥാപനങ്ങളുടെ ഒത്തുചേരലാണിവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികൾ നടക്കുന്നു. നമ്മുടെ കണ്ണിലുണ്ണികളായ പിഞ്ചുമക്കൾക്ക് ദീനിൻ്റെ മനോഹരമായ പാഠങ്ങൾ കൊച്ചുനാളിലെ അവരുടെ മനസ്സുകളിലേക്ക് പകർത്തിയെടുക്കാനുള്ള വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമാണ് സമസ്ത ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിന് കീഴിൽ നടക്കുന്ന അൽബിർ സ്ഥാപനങ്ങളൊക്കെ. ഉപ്പളയിലും ചേവാറിലും കൊടിയമ്മയിലും അങ്ങനെ 3 സ്ഥലങ്ങളിലെ അൽബിറിൻ്റെ സംഗമമാണിവിടെ ഇപ്പോൾ നടക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഉച്ചസമയം വിദ്യാർത്ഥിനികളും ഉമ്മമാരും രക്ഷിതാക്കളുമൊക്കെ ഈ പരിപാടിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മഹാനായ തങ്ങളവറുകളുടെ ഉത്തരവനുസരിച്ച് അതിനനുസരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. ഓരോ കുട്ടിയും ഓരോരോ അത്ഭുതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കുഞ്ഞിനുള്ളിലും വ്യത്യസ്തമായ ചില നിധികൾ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ നൈസർഗികമായ കലകളെന്നോ കഴിവുകളെന്നോ അഭിരുചികളെന്നോ എന്നൊക്കെ വിളിച്ചേക്കാം. പടച്ച തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ വലിയൊരു അത്ഭുതം തന്നെ അതാണ്. വിചാരങ്ങളും ചിന്തകളും നർമ്മവും സരസമായ അനുഭവങ്ങളും അങ്ങനെ തുടങ്ങി ഒട്ടനേകം വ്യതിരക്തമായ അഭിരുചികൾ അള്ളാഹു മനുഷ്യ സംവിധാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കൗതുകമുള്ള കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ നബിയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ഉമ്മത്തിന് കൈമാറ്റം ചെയ്തു തന്ന നിർദ്ദേശങ്ങൾ, അതിലേറ്റവും വലുത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞും ജനിക്കുന്നത് ഫിത്രത്തിലാണ്. ഫിത്ര എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഒരു 12, 13, 15 വയസ്സ് വരേക്കുമുള്ള ഒരു കുഞ്ഞിൻ്റെ കാലഘട്ടം ഫിത്രത്താണ്. ആ ഫിത്രത്തിനെ നമ്മൾ നിർവചിക്കുന്നത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് ഏകനായിരിക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസികവും ബൗദ്ധികവുമായ ബുദ്ധിപരവുമായ
ഒരവസ്ഥ എല്ലാ കുഞ്ഞുങ്ങൾക്കുമുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ കുഞ്ഞ് എന്ന് മാത്രമല്ല, മനുഷ്യർക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞിനും അവൻ്റെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അവളുടെ ചുറ്റുപാടുകൾ അവളെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ മാറ്റിമറിച്ചില്ലായിരുന്നുവെങ്കിൽ അവരൊക്കെ മുവഹിദീങ്ങളായിരിക്കും എന്നാണ് ആ ഹദീസിൻ്റെ സാരം. ഏകനായ അള്ളാഹുവിനെ അനുസരിക്കുക, പടച്ചവനെ മനസ്സിലാക്കുക എന്ന വലിയ ഒരു ദൗത്യത്തിനാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ മനുഷ്യൻ ഓടുന്നത് അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. ജോലി ചെയ്യണം, ശമ്പളം വേണം, ഭക്ഷണം കഴിക്കണ്ടേ, അന്തി ഉറങ്ങണ്ടേ, വീട് വെക്കണ്ടേ, മക്കളെ കെട്ടിച്ചു വിടണ്ടേ. ഈ ചിന്തകളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ടെൻഷനാക്കിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവൻ പറയാം, നിങ്ങൾ അത് ടെൻഷനാവേണ്ട കാര്യമേ അല്ല. ഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ്സമാഇ വൽ അർളി ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. നിങ്ങൾക്ക് ഭക്ഷണം തരേണ്ടതും വഅന്ന ലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ, ഭക്ഷണം തരേണ്ടതും വെള്ളം തരേണ്ടതും ഉടുക്കാനുള്ള വസ്ത്രം, കിടക്കാനുള്ള കിടപ്പാടം, ഇതെല്ലാം അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞ വിഷയമാണ്. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതുണ്ട്. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അള്ളാഹുവിൻ്റെ ഔദാര്യം തേടി പുറപ്പെടണമെന്നാണ്. പക്ഷേ ആ ഔദാര്യം അള്ളാഹു മനുഷ്യനെ ഗ്യാരണ്ടി ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനല്ല നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്. നമ്മുടെ ചിന്തകളെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച്, ഖാലിഖായ റബ്ബിനെക്കുറിച്ച്, നാളെ പരലോകത്തെക്കുറിച്ച്, ഈമാനിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനാണ്. ഈ കഴിവ് എല്ലാ കുഞ്ഞിനും അള്ളാഹു ജന്മന നൽകിയിട്ടുണ്ടെന്നാണ്, എല്ലാ കുഞ്ഞിനും. അതുകൊണ്ടാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എവ്രി ന്യൂ ബോൺ ഈസ് ബോൺ ഓൺ ദ പ്യൂർ ഇന്നേറ്റ് നേച്ചർ. വളരെ മനോഹരമായ ശുദ്ധമായ ഒരു പ്രകൃതത്തിലാണ് എല്ലാ കുഞ്ഞും ജനിക്കുന്നത്. ആ കുഞ്ഞിനെ ഏകനായ പടച്ചതമ്പുരാന്റെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിമറിക്കുന്നത് ഫഅബവാഹു, അവന് ഇൻ്റലക്ച്വൽ ഫീഡിങ്, ഇൻഫർമേഷൻ ഫീഡിങ്, കൾച്ചറൽ ഫീഡിങ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആളുകളാണ്. അത് ആദ്യത്തേത് ഉമ്മയും വാപ്പയുമാണ്. ആ ഉമ്മയുടെയോ ഉപ്പയുടെയോ സ്വാധീനത്തിൽ നിന്നാണ് ആ കുഞ്ഞ് ഏകദൈവ വിശ്വാസം എന്ന തൗഹീദിൽ നിന്ന് തെന്നിപ്പോകുന്നത്. ആ ഫിത്രത്തിനെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഇസ്ലാം ചെയ്യുന്ന ദൗത്യം. കാരണം വിശുദ്ധ ഇസ്ലാം കാര്യങ്ങളാകട്ടെ, ഈമാൻ കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ മന്തിഖിയാണ്, ലോജിക്കാണ്. മനുഷ്യൻ്റെ യുക്തിക്ക് മനോഹരമായി മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സരളമായ ആശയങ്ങളാണ്. അതിലൊന്നും കോംപ്ലിക്കേഷൻസ് ഇല്ല. അതിലൊന്നും ഫിലോസഫി പഠിക്കണമെന്നും PhD എടുക്കേണ്ട ഒരു കാര്യവുമില്ല. മനുഷ്യൻ ഇത്രമേൽ വ്യക്തതയുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു പടച്ചവനെ പാടുള്ളൂ, രണ്ടെണ്ണം പറ്റില്ല. രണ്ട് തുല്യശക്തികൾ എങ്ങനെയാ ഒരു രാജ്യത്തെ ഭരിക്കുന്നത്? ദാറ്റ്സ് ഇംപോസിബിൾ. പടച്ചതമ്പുരാൻ എല്ലാറ്റിനും കഴിവുള്ളവനാകണം. അവൻ ജനിച്ചവനാവരുത്, മരിക്കുന്നവനുമാവരുത്. ലം യലിദ് വലം യൂലദ്. ഇത് മനുഷ്യൻ ഏത് കുഞ്ഞിനും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് നമ്മൾ അൽബിറിലൂടെ, നമ്മുടെ മദ്രസ സംവിധാനങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചുമക്കൾ അവർക്ക് ചില കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിൻ്റെ മുമ്പ് അത് ബോധ്യപ്പെട്ട ആളുകൾ അവരെ അതിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് നമ്മുടെ മദ്രസ സംവിധാനം. ചില ഉമ്മമാരൊക്കെ പറയും, മോളെന്താ ഹിജാബ് ധരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയും, മോൾക്ക് 10, 12, 14, 15 വയസ്സൊക്കെ ആയില്ലേ, അപ്പം അവൾക്ക്, അല്ലെങ്കിൽ മോൾക്ക് 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവൾക്കങ്ങ് ബോധ്യപ്പെടട്ടെ, അവൾക്ക് ബോധ്യപ്പെടുമ്പോൾ അവളങ്ങ് സ്വയം ചെയ്തോളും, എന്നല്ലാതെ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട് സംഭവം. പക്ഷേ അത് ഗുരുതരമായ ഒരു തെറ്റിദ്ധാരണയാണ്. എൻ്റെ കുഞ്ഞിന് ബോധ്യപ്പെട്ടിട്ട് മതിയോ ആ കുഞ്ഞ് ഹിജാബ് ധരിക്കേണ്ടത്? ഈ റോഡ് നിങ്ങൾ മുറിച്ചു കിടക്കുക എന്ന് സങ്കല്പിക്കുക, ചെറിയ കുഞ്ഞിനെയും കൊണ്ട്. ഉദാഹരണം പറയാം, ആ റോഡ് മുറിച്ചു കിടക്കുമ്പോഴേ കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുതറി റോഡിലേക്ക് ഓടുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കൈ വിട്ടുകൊടുത്തിട്ട് പറയോ,
കുഞ്ഞിനറിയാലോ ഇത് റോഡല്ലേ, കുഞ്ഞിന് ബോധ്യമുണ്ടെങ്കിൽ അവൻ നിന്നോട്ടെ, അവന് ബോധ്യപ്പെടുമ്പോൾ ഞാൻ എന്തിനാ പിടിച്ചു വെക്കുന്നത് എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്തേ? ആ കുഞ്ഞ് ഓടുന്നത് അപകടത്തിലേക്കാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കുഞ്ഞിൻ്റെ കൈ പിടിച്ചു. ഹിജാബ് വേണമെന്നും അതാണ് ഹഖെന്നും ഒരു പെണ്ണിൻ്റെ ഒരു മഹദിക്ക് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണതെന്നും നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? അതാ കുഞ്ഞിന് ബോധ്യപ്പെടാൻ സമയമെടുക്കും. എന്നാൽ പോലും ആ കുഞ്ഞിൽ ആ സംസ്കാരം നേരത്തെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. നിസ്കാരം ഒരുപക്ഷെ അങ്ങനെയാണ്. 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിച്ചു തുടങ്ങണമെന്നാണ്. ഒരുപക്ഷെ ആ കുഞ്ഞിന് നിസ്കാരം എന്താണെന്ന് ബോധ്യപ്പെട്ടിരിക്കണമെന്നില്ല, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതൊന്നും കുഴപ്പമില്ല, ആ കുഞ്ഞ് നിസ്കരിച്ചു തുടങ്ങട്ടെ. അത് വർഷങ്ങളെടുത്തൊരു പക്ഷേ 20, 30, 40, 50 വയസ്സാകുമ്പോഴായിരിക്കും അതിൻ്റെ പൊരുളൊക്കെ മനസ്സിലാവുക. എന്നാൽ പോലും അത് അള്ളാഹു നിഷ്കർഷിച്ച ഒരു വലിയൊരു ദൗത്യമാണെന്ന് ബോധ്യപ്പെട്ട ആളുകൾ ചെറിയ മക്കൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടയോ? ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ മക്കളെ അതിരുകളില്ലാതെ അഴിച്ചുവിടുമ്പോഴേ രക്ഷിതാക്കൾ പറയാറുണ്ട്, ചിലരെങ്കിലും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്, മക്കളല്ലേ അവർക്കറിയാലോ എന്താ വേണ്ടത് വേണ്ടാത്തത്, നമ്മൾ എന്തിനാ പറയാൻ പോകുന്നത്? അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത്? അൽമർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും ദീൻ അളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരുടെ ദീനനുസരിച്ചാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് രക്ഷിതാക്കൾ കൂടെ ഇടപെടേണ്ട വിഷയമാണ്. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ എന്താണ്? മൊബൈൽ ഫോണുകൾ നമുക്കവരെ നിഷേധിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഗാഡ്ജറ്റുകൾ, അല്ലെങ്കിൽ ഐപാഡ്, അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ക്രീൻ ടൈം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. ലിമിറ്റ് ചെയ്യണം, പക്ഷേ അതിൻ്റെ കണ്ടന്റുകളെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ആ മക്കൾക്ക് നല്ലതേ കാണാവൂ എന്ന് പറയുന്ന ഒരു മെസ്സേജ് നിരന്തരം നമ്മുടെ മക്കൾക്ക് കൊച്ചുനാളിൽ കൊടുത്തു തുടങ്ങിയാൽ അവന് എത്ര അവർ ഫോൺ പിടിച്ചിരുന്നാലും അവർ വഴിതെറ്റാനിടയില്ല. മക്കളോട് നമ്മൾ പറയേണ്ട വലിയൊരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൊച്ചുമക്കളോട് നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ നിസ്കരിക്കണം, അത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അതാ പറയേണ്ടത്. നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന് അത് ഇഷ്ടപ്പെടുകയില്ല മോനെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു നൽകുന്നത് ശിക്ഷയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നീ ആഗ്രഹിക്കുന്നതൊക്കെ അള്ളാഹു നിനക്ക് തരും. ഫീഹാ ആലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അപ്പോൾ കുട്ടി ചോദിക്കും, ഉമ്മ അവിടെ ഐപാഡ് ഉണ്ടാവോ? ഉണ്ടാകും മോനെ. അപ്പോൾ അവിടെ പ്ലേ സ്റ്റേഷൻ കാണോ? ഉണ്ട് മോനെ. അതും അതിനപ്പുറത്തുമുള്ളത് അവിടെ ഉണ്ട്. നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ ഇഷ്ടം അതാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടം ഇതാണ്. ഇത് എനിക്കിഷ്ടമാണ് മോനെ. ഈ ഇഷ്ടം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഇന്നി ഉഹിബ്ബുക വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം മുആദേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, വ ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, പുണ്യ നബിയെ എനിക്ക് അങ്ങയെയും ഇഷ്ടമാണ്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 2 ഇഷ്ടങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് നിങ്ങളെ ഇഷ്ടവും നിങ്ങൾക്ക് എന്നെയും ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ പിറകെ ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതുകൊണ്ട് മുആദേ, നിസ്കാരം കഴിഞ്ഞാൽ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലാൻ മറന്നു പോകരുത് കേട്ടോ. അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വശുക്രിക, അല്ലാഹു നിനക്ക് ശുക്ർ ചെയ്യാനും നിന്നെ ഓർക്കാനും നീ എന്നെ സഹായിക്കണമേ. വഹുസ്നി ഇബാദതിക, നല്ല നിലക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാനും മനോഹരമായ ആരാധന ചെയ്യാൻ. ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങളെനിക്ക് ഇഷ്ടമാണ് മുആദേ. ആ ഇഷ്ടം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. അങ്ങനെയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സ്വഭാവം നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള 2 സ്വഭാവം ജരീറെ നിങ്ങളിലുണ്ട് കേട്ടോ. അപ്പോൾ മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി യൂസുഫ് ഹാദിഹിൽ ഉമ്മ എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്. മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അദാക ഖുലുഖുൻ ജബലലില്ലാഹു അലൈഹി അം ഖുലുഖുൻ തഖല്ലഖ്തു ബിഹാ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്വഭാവമാണോ അത്? അതല്ല അള്ളാഹു എന്നിൽ പടച്ച തമ്പുരാൻ നിക്ഷേപിച്ച സ്വഭാവമാണോ?
അൽ ഹിൽമു വൽ അന എന്ന് ഏത് കാര്യവും അവധാനതയോടുകൂടെ ചെയ്യുക, പിന്നെ നല്ല ക്ഷമയുണ്ടായിരിക്കുക. ഇത് രണ്ടും ജരീർ തങ്ങളുടെ ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇത് അള്ളാഹു നിങ്ങൾക്ക് സന്നിവേശിപ്പിച്ചു തന്നതാണ്. അപ്പം ഇവിടെയൊക്കെ അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന സ്വഭാവം. ഖൈബർ യുദ്ധത്തിന് പോകുമ്പോൾ നാളത്തെ പതാക ഞാൻ നൽകാൻ പോകുന്നത് റജുലൻ, ഞാൻ നൽകാൻ പോകുന്നത് ഒരാൾക്കാണ്. യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമുള്ള ഒരാൾക്കാണ് ഈ പതാക കൊടുക്കുന്നത്. അയാൾക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ഇങ്ങോട്ടും ഇഷ്ടമാണ്. ഈ ഇഷ്ടം എന്നത് നമ്മുടെ വാക്കുകളിലൊക്കെ എപ്പോഴും വരണം. ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയാം, കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഇത് ഉമ്മാക്ക് ഇഷ്ടമാണ്, ഇത് ഉമ്മയ്ക്ക് ഇഷ്ടമാണ്, ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്, ഇത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. നമ്മളെപ്പോഴും നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും. ആ ഒരു ശിക്ഷയുടെ സൈഡ് പറയുന്നതിൻ്റെ മുമ്പ് ജന്നത്തിനെ, സ്വർഗത്തെ പരിചയപ്പെടുത്തണം. അതാണ് മക്കൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. നരകവും പറഞ്ഞു കൊടുക്കണം. പക്ഷേ അതിനപ്പുറം അള്ളാഹുവിനെ സംബന്ധിച്ച് പടച്ചവൻ റഹ്മാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാവാരിധിയുമാണ് അള്ളാഹു. അതുകൊണ്ട് റബ്ബ് തആല അള്ളാഹു കരുണയെയാണ് പടച്ചതമ്പുരാൻ മുന്നിൽ വെച്ചിട്ടുള്ളത്. അള്ളാഹു ജബ്ബാറാണ്, അള്ളാഹു ഖഹാറാൻ, ഷദീദുൽ ഇഖാബാൻ, ദുൽ ജലാലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു റബ്ബിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ബിസ്മില്ലാഹി അർ-റഹ്മാനി അർ-റഹീം. അതുകൊണ്ട് റബ്ബിൻ്റെ കരുണയെ നമ്മൾ മക്കൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തും. അള്ളാഹു കാരുണ്യവാനാണ്. കുട്ടിക്ക് അസുഖമാണ്, സാരല്ല, മോൻ്റെ അസുഖം അള്ളാഹു ഷിഫയാക്കി തരും. അള്ളാഹു കരുണാമയനല്ലയോ, അള്ളാഹു കാരുണ്യവാനല്ലേ? ആ രീതിയിൽ മക്കളിലേക്ക് പടച്ചവൻ്റെ റഹ്മത്തിനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. മക്കളോട് പറയുമ്പോഴൊക്കെയും നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ അള്ളാഹുവിനോട് സ്നേഹമുണ്ടാക്കുന്ന വാക്കുകൾ പറയാം. നിസ്കരിച്ചില്ലേ, നിസ്കരിച്ചാൽ അള്ളാഹുവിനത് എത്ര ഇഷ്ടമാണത്. നേരത്തെ തന്നെ നിസ്കരിച്ചാൽ അത് ഖളാ ആകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടാവില്ല കേട്ടോ. ഇത് റസൂലുള്ളാഹി നിങ്ങൾക്ക് ഇഷ്ടാവില്ല, ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടാവില്ല. ഇത് പറയുമ്പോൾ ആ കുഞ്ഞിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതികരണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇന്ന് ചോറില്ല, അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ശിക്ഷ പറയുന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ കുറിച്ച് മക്കളോട് സംസാരിച്ചു തുടങ്ങണം. നമ്മുടെ വാക്കുകളിൽ അത് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടികളുമായുള്ള ഇടപെടലുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. മക്കളുമായി ഇടപെടുന്നിടത്തെ ആ സമയങ്ങളിലൊക്കെ നബി തങ്ങൾ മഹബ്ബത്തിനെ അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെക്കാറുണ്ട്. മക്കളെ വലിയ ഇഷ്ടമായിരുന്നു തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കുഞ്ഞിനെ കണ്ടാലും ആ കുഞ്ഞിനെ ഒന്ന് എടുത്ത് വാരിപ്പുണർന്ന് ഉമ്മ വെച്ചിട്ടേ തങ്ങൾ ആ കുഞ്ഞിനെ അതിൻ്റെ ഉപ്പക്കും ഉമ്മാക്കും തിരിച്ചു കൊടുക്കാറുള്ളൂ. ഒരു കുഞ്ഞൊരിക്കൽ അങ്ങ് മൂത്രമൊഴിച്ചു തങ്ങളുടെ ദേഹത്ത്. അപ്പോൾ സ്വഹാബികളൊക്കെ ഒന്ന് വല്ലാണ്ടായിപ്പോയി. കാരണം അന്ന് ഇന്നത്തെ പോലെ ഡയാപ്പറുകളും പാമ്പേഴ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുഞ്ഞ് തങ്ങളുടെ ദേഹത്തിലങ്ങ് അവിടുത്തെ വസ്ത്രത്തിലെങ്കിൽ മൂത്രമൊഴിച്ചപ്പോൾ ആ കുഞ്ഞിനെ പറിച്ചെടുക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ വന്നപ്പോൾ തങ്ങൾ വിട്ടുകൊടുത്തില്ല. എന്നാണ്, കുഴപ്പമില്ല, ചെറിയ കുഞ്ഞല്ലേ, മൂത്രമൊഴിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് ശരിക്കും മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ വസ്ത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി തങ്ങൾ കൊടുത്തു എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൊച്ചു മക്കളോടുള്ള ഇഷ്ടം. മക്കൾ എന്ന് പറയുന്നത് അസാഫീറുൽ ജന്ന, സ്വർഗത്തിലെ പൈങ്കിളികളാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. അസാഫീറുൽ ജന്ന, സ്വർഗത്തിൻ്റെ പൈങ്കിളികളാണ്. കൊച്ചുമക്കൾക്ക് നുണ പറയാന്നുള്ളവർക്ക് അറിയില്ല. ഒരു 5 വയസ്സ് 4 വയസ്സ് വരെയൊന്നും കുട്ടി നുണ പറഞ്ഞാൽ പോലും ഞാൻ ചെയ്യുന്നതൊരു തെറ്റാണ് എന്ന കുട്ടിക്ക് തിരിയാത്തൊരു പ്രായമാണെന്നാണ്. അപ്പോഴും നമ്മൾ സത്യത്തെ ഹൈലൈറ്റ് ചെയ്യുക. നീ നുണ പറഞ്ഞല്ലേ എന്ന് പറയുന്നതിനപ്പുറം സത്യമാണ് പറയേണ്ടത്. നമുക്ക് സത്യം പറയാൻ പാടുള്ളൂ, സംഭവിച്ചതേ പറയാവൂ എന്ന് സത്യത്തിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ആ കുട്ടിക്ക് നുണ എന്ന് പറയുന്നത് എന്താണ് എന്ന് ബോധിക്കാത്തൊരു സമയമാണത്. കുട്ടികൾ വല്ലാത്ത അത്ഭുതമാണ്. ചിലപ്പോൾ കയ്യിലെ മിഠായി എല്ലാവർക്കും കൊടുക്കും, ചിലപ്പോൾ എല്ലാം വാരി വലിച്ച് കയ്യിൽ തന്നെ പിടിക്കുകയും ചെയ്യും. അവർ കളിച്ച് പൂതി തീർന്നു കഴിഞ്ഞ ടോയ്സ്, അവരുടെ കളിപ്പാട്ടങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും മൂലയിൽ കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു കുട്ടി വിരുന്ന് വന്ന് ആ ടോയ് എടുത്താൽ ഇത് എൻ്റേതാണ്, ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അടിപിടി കൂടും. അവൻ ഒറ്റയ്ക്കാണെങ്കിൽ തിരിഞ്ഞു നോക്കാത്തതായിരിക്കും അത്. കുട്ടികളുടെ പ്രത്യേകത അതാണ്. അവരിൽ ജനറോസിറ്റി, കൈയടിഞ്ഞ് ദാനം ചെയ്യുന്ന സ്വഭാവം കാണാൻ കഴിയും. ചിലപ്പോൾ പിശുക്കും കാണാൻ കഴിയും. ചിലപ്പോൾ ഒരു വലിയ ഔദാര്യവാന്മാരാണ്, ചിലപ്പോൾ വലിയ കൈൻഡ്നെസ്, അവര് അത്രയും വലിയ ദയാവായ്പ കാണിക്കുന്നത്. ചിലപ്പോൾ അവർ അടിപിടി കൂടും, ചിലപ്പോൾ അവർ തല്ലുകൂടും, അവർ ദേഷ്യപ്പെടും, അവരെന്തെങ്കിലും വിളിച്ചു പറയും. കുഞ്ഞുങ്ങളെ, അവരുടെ സ്വഭാവങ്ങളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വളർന്നു വന്ന് അവരെ പ്രായപൂർത്തിയെത്തുന്നത് വരേക്കും അതിനപ്പുറത്തേക്കും പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനം അതാണ്, ഏറ്റവും വലിയ സമ്മാനവും അതാണ്. ലാഇബുഹും സബ്അൻ വഅദ്ദിബുഹും സബ്അൻ
ثم صاحبهم سبعا ثم أرسل الحبل على عاتقهم. അലി ഇബ്ൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ആദ്യത്തെ 7 വയസ്സ് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കണം. 7 വയസ്സ് വരെ കുഞ്ഞിൻ്റെ കൂടെ നിങ്ങൾ കളിക്കണം. അത് പുണ്യനബി തങ്ങൾ കളിച്ച കളിയൊക്കെ കാണുമ്പോഴേ തങ്ങൾ മുട്ടുകുത്തി 2 കൈയും കുത്തിയിട്ട് കാൽമുട്ടിൽ ഇഴഞ്ഞു നടന്നപ്പോൾ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറത്ത് കയറിയിരുന്നു, ആനപ്പുറത്ത് കയറുന്ന പോലെ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, നിഅമൽ മർകൂബ്, ഓ ഹസനെ, നിങ്ങൾക്ക് കിട്ടിയ വാഹനം എന്തൊരു നല്ല വാഹനമാണ്. തങ്ങളുടെ പുറത്തല്ലേ കയറിയിരിക്കുന്നത്. അപ്പോൾ തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിഅമർ റാക്കിബ്, വാഹനത്തെക്കുറിച്ച് മാത്രമോ? ആ കയറിയിരിക്കുന്ന വാഹനം കയറിയ ആൾക്കെന്താ കുറവ് എന്ന് ചോദിച്ചു. ആരാത്? 1.5 വയസ്സുള്ള ഹസൻ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മുട്ടുകുത്തിയിട്ട് കൈവച്ചുകൊണ്ട് നടന്നു എന്നാ. നമുക്കൊക്കെ അങ്ങനെ നടക്കാനൊക്കെ സമയം കിട്ടുമോ? 7 വയസ്സ് വരെ മക്കളുടെ കൂടെ കളിക്കണം. കുട്ടികൾ കളിച്ചിട്ടാണ് വളരുന്നത്. കളിയിലൂടെയാണ് പല കാര്യങ്ങളും പഠിക്കുക. പൽബിർ സ്കൂളാണെങ്കിലും പ്രീ സ്കൂളുകളുണ്ട്, ഏർലി സ്റ്റേജസ് അല്ലെങ്കിൽ ഏർലി ഇയേഴ്സ് എന്നൊക്കെ പറയുന്ന ബ്രിട്ടീഷ് കരിക്കുലം, കാംബ്രിഡ്ജിൻ്റെ പ്രോഗ്രാമുകളുണ്ട്, ഏർലി ഇയേഴ്സ്. ഇതൊക്കെ കുട്ടികളെ ലേൺ ത്രൂ പ്ലേ, കളിയിലൂടെ മക്കളെ പഠിപ്പിക്കുക എന്ന അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഞാനൊരു അധ്യാപകനാണ്, സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു കൊച്ചുപ്രായത്തിലെ മക്കളുടെ ഏർലി സ്റ്റേജസ്, അതായത് ഒരു 3.5 വയസ്സ് മുതൽ ഒരു 5.5 വയസ്സ് വരെ ഉള്ള കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് ടീച്ചേഴ്സിന് ട്രെയിനിങ് ലഭിക്കാറുണ്ട്. ബ്രിട്ടീഷ് കൗൺസിൽ അടക്കമുള്ള കാംബ്രിഡ്ജ് സംവിധാനങ്ങളൊക്കെ ടീച്ചേഴ്സിന് കോച്ചിങ് കൊടുക്കും, എങ്ങനെയാ കളിയിലൂടെ മക്കളെ പഠിപ്പിക്കാൻ. ലാഇബുഹും സബ്അൻ, അത് വലിയൊരു കാര്യമാണ്. കുട്ടികൾ അവരുടെ ആദ്യത്തെ 7 വയസ്സ് കളിച്ചുകൊണ്ട് അവർ ചിരിച്ചിട്ടും അവർക്ക് മാനസിക ഉല്ലാസം കൊടുക്കേണ്ട സമയമാണ്. പിന്നെ പറഞ്ഞു അദ്ദിബ്ഹും സബ്അൻ, 7 മുതൽ 14 വയസ്സ് വരെയാണ് അദബ് പഠിപ്പിക്കേണ്ട സമയം. ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കേണ്ട സമയം അതാണ്. ആ 14 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് അവരെ നന്നാക്കിയെടുക്കാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. 14 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കൊരു പുതിയ കാര്യം അവരെ പഠിപ്പിക്കുക, ശീലിപ്പിക്കുക പ്രയാസമായിരിക്കും. ശീലിപ്പിക്കുക പ്രയാസമാണ്. അദബ് പഠിപ്പിക്കേണ്ടത് 7 വയസ്സ് മുതൽ 14 വയസ്സിൻ്റെ ഇടയിലാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ലോകപ്രശസ്തമായ ഒരു മഖൂലയാണിത്. പിന്നെ പറഞ്ഞു വസ്വാഹിബുഹും സബ്അൻ, പിന്നെയുള്ള 7 കൊല്ലം, അതായത് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ, അതായത് ഹൈസ്കൂൾ മുതൽ ഡിഗ്രി കഴിയുന്നത് വരെയുള്ള സമയം ഉമ്മയും വാപ്പയും മോൾക്കൊരു മകന് ഒരു കൂട്ടുകാരനെ പോലെ ആവണമെന്നാണ്. കൂട്ടുകാരെന്ന് പറയുമ്പോൾ പലതും ഷെയർ ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ആരെങ്കിലും അവരുടെ പിന്നാലെ കൂടുന്നുണ്ടോ, ഫോണിലൂടെ ആരെങ്കിലും വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടോ, അവരെ ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും അവരെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ കൂട്ടുകാരികളോട് സംസാരിക്കും. എടി എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഇന്ന ആളെ ഞാൻ പരിചയപ്പെട്ടു. ഇതൊക്കെ വലിയ വലിയ ട്രാപ്പിലേക്ക് മക്കൾ ചെന്നുപെടുന്ന വിഷയമാണ്. ഉമ്മയോട് പറയാൻ പറ്റില്ല, ഉമ്മയുടെ നടി കിട്ടും. വാപ്പയോട് പറയാൻ പറ്റില്ല, ഉപ്പ ചീത്ത പറയും. അതിനപ്പുറത്തേക്ക് ഇതെൻ്റെ ഉമ്മയോട് പറഞ്ഞാൽ, എൻ്റെ ഉപ്പയോട് പറഞ്ഞാൽ അവരെനിക്കൊരു പരിഹാരം കാണിച്ചു തരും എന്ന് തോന്നണമെങ്കിൽ അവരുടെ കൂടെ, ആ ഒരു വയസ്സുള്ള മക്കളുടെ കൂടെ നിങ്ങൾ കൂട്ടുകാരെ പോലെ പെരുമാറണം. കൂട്ടുകാരെ അടിക്കോ? ഇല്ല. അടിയും ശിക്ഷയും ശിക്ഷണവുമൊക്കെ 14 വയസ്സ് വരെ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾ അവരെ ഒരു കൂട്ടുകാരനെ പോലെ, കൂട്ടുകാരിയെ പോലെ കാണുന്നതാണ്. അതൊന്നും നമ്മൾ പഴമക്കാരാണെങ്കിൽ, നമ്മൾ പഴയൊരു സിസ്റ്റത്തിൽ നിന്ന് വളർന്നു വന്നവരാണെങ്കിൽ നമുക്കതൊക്കെ വലിയ അത്ഭുതമൊന്നും. ഇത് ഹദീസ അസറാണ്. സ്വഹാബിയായ നബിതങ്ങളുടെ പുതിയാപ്പിളയായ അലി ഇബ്ൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ മക്കളെങ്ങനെ വളർത്തേണ്ടത്. ഞാൻ ഉണ്ടാക്കി പറയല്ല. 7 വയസ്സ് വരെ കളിക്കണമെന്നും 7 കഴിഞ്ഞാൽ അടുത്ത 7 14 വരെ അദബ് പഠിപ്പിക്കേണ്ട സമയമാണെന്നും, ആ 14 മുതൽ അടുത്ത 7 21 വരെ അവരുടെ കൂട്ടുകാരായി നിങ്ങൾ നിൽക്കണം മാതാപിതാക്കൾ. ثم أرسل الحبل على عاتقهم, പിന്നെ നിങ്ങൾ ആ കയർ അവരുടെ തോളിലേക്ക് വലിച്ചെറിഞ്ഞോളൂ. പേടിക്കേണ്ട, അവർ ഒറ്റയ്ക്ക് പൊയ്ക്കോട്ടെ, എവിടെയും പോയി പഠിച്ചോട്ടെ, അവരിൽ ഒന്നും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതുണ്ടാവില്ല. ഈ 3 ഏഴുകളെ നിങ്ങൾ ഇങ്ങനെയാണ് ചെലവഴിച്ചതെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ തരട്ടെ. അവരെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. നമ്മളോട്, മാതാപിതാക്കളോട് കരുണയുള്ളവരാകണം. സമൂഹത്തിനും നാടിനും ഉപകാരം ചെയ്യുന്ന നല്ല മക്കളായി, നല്ല അച്ചടക്കമുള്ള, വിദ്യാഭ്യാസമുള്ള, നല്ല ടാലൻറ്റുകളുള്ള, നല്ല കൾച്ചറുള്ള, സമൂഹത്തിന് നന്മ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് മാറണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ.
ഇന്ന് സോഷ്യൽ മീഡിയയുടെ സമയമാണ്. ഓരോരുത്തരും അവനവൻ്റെ സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക, സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിക്ർ ചെല്ലുന്ന പോലെ നോക്കിയിരിക്കുക. എത്ര ആൾ കണ്ടു എൻ്റെ സ്റ്റാറ്റസ്, എത്ര ആളത് ഫോർവേഡ് ചെയ്തു, എത്ര ആൾ കമൻറ്റ് ചെയ്തു, എത്ര ആൾ ലൈക്ക് ചെയ്തു. ഇതൊരു അസുഖമാണ്. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ട് എത്ര ആൾക്ക് നിങ്ങൾ അതുകൊണ്ടൊരു നന്മ പറഞ്ഞു കൊടുത്തു, എത്ര ആൾക്ക് നിങ്ങളൊരു നല്ല മെസ്സേജ് കൊടുത്തു. നിങ്ങളുടെ ലിപ്സും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ മുടിയും നിങ്ങളുടെ ഹെയർ സ്റ്റൈലും നിങ്ങളുടെ ഡ്രസ് കോഡും ഇതൊക്കെ കാണിച്ച് എന്ത് കിട്ടാൻ? അതുകൊണ്ട് ആരെയാണ് നിങ്ങളെ കാണിക്കുന്നത്? അത് എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊണ്ട്? ഞാൻ കാണാൻ ഭംഗിയില്ല എന്നിട്ട് എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്തൊരു മോശമാണ് അതൊക്കെ. നിങ്ങളൊരു മെസ്സേജ് കൈമാറുന്നുണ്ടോ സമൂഹത്തിന്? കുട്ടികളോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സമൂഹത്തിന് എന്ത് നല്ലൊരു മെസ്സേജ് കൈമാറുന്നു? നല്ലൊരു നോളജ്, നല്ലൊരു ഇൻഫർമേഷൻ, ശരീരം പ്രദർശിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നല്ല ചിന്തകൾ, വേർഡ്സ് ഓഫ് വിസ്ഡം, തോട്ട്സ്, നല്ല നല്ല ചിന്തകൾ, ഇത് നമുക്ക് കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും നല്ല സംവിധാനങ്ങൾ ലഭിച്ചിട്ട് എന്ത് ശുക്രാണ് നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്നത്? അതുകൊണ്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണത്. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ മക്കളോട് ഫോൺ നോക്കരുത് അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കരുത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ലിമിറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, അത് മോണിറ്റർ ചെയ്യുക, അവർക്കതിലെ നല്ലതും ചീത്തയും മനസ്സിലാക്കി കൊടുക്കുക. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മഹബത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മുടെ മക്കളെയും നന്നാക്കി തരട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ബഹുമാന്യരായ സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങൾ അവറുകളെ നമ്മൾ പ്രത്യേകം നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ആ മഹാന് വേണ്ടി എല്ലാവരും എപ്പോഴും ദ്വാരക്കണം. ഈ സമൂഹത്തിൻ്റെ വിഷയത്തിൽ ഇത്രമേൽ ചിന്തയുള്ള ഒരു മഹാനെ, ഇത്രമേൽ ഈ ഉമ്മത്ത്, ഈ സമുദായം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് സമുദായത്തെക്കുറിച്ചും മഹല്ലുകളെക്കുറിച്ചും ദീനിനെക്കുറിച്ചും ദീനീ സംവിധാനങ്ങളെക്കുറിച്ചും എപ്പോഴും ചിന്തിച്ച് മനസ്സുകൊടുത്ത് സമയം കൊടുത്ത് ആലോചിച്ച് വിങ്ങിപ്പൊട്ടുന്ന ഒരു മനസ്സുള്ള, അത്രമേൽ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അൻവർ കുഞ്ഞിക്കോയ തങ്ങളവറുകൾ, കുമ്പോൾ തങ്ങൾ നമ്മൾ വിളിക്കുന്ന മഹാനവറുകൾ. തങ്ങളുടെ മോൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മഹാനായ തങ്ങളവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ. അള്ളാഹു അവർക്ക് ഒരുപാട് ഐശ്വര്യമുള്ള ജീവിതം, ഒരുപാട് കാലം അള്ളാഹു നൽകട്ടെ. ഈ സമൂഹത്തിന് അവരുടെ തണലും അവരുടെ മദതും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ജ്യേഷ്ഠാനുജന്മാർ, അവിടുത്തെ വല്യപ്പ വല്യമ്മമാർ, അവിടുത്തെ ഭാര്യ മക്കൾ, അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ പേരക്കുട്ടികൾ, എല്ലാവരിലും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇവിടെ ഇസ്ലാമിക് ഫാമിലി ക്ലസ്റ്റർ എന്ന് പറയുന്ന IFCയുടെ വിജയികളെ ഇവിടെ അവരെ ആദരിക്കുന്നുണ്ട്. വിജയികളെ പ്രഖ്യാപിക്കുന്നുണ്ടോ? വിജയികളെ പ്രഖ്യാപിക്കുക, സമ്മാന പ്രഖ്യാപനമാണ്. ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് റെഫ്രിജറേറ്ററാണ് അല്ലേ, ഫ്രിഡ്ജാണ്. മാഷാ അല്ലാ. സെക്കൻഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. റബ്ബുൽ ആലമീൻ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പൊട്ടുന്ന ഗ്ലാസും ഒരു ചിത്രമുള്ള പ്ലേറ്റൊക്കെ കിട്ടിയിട്ടുള്ള സമ്മാനം. ഇന്ന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മോട്ടോർ സൈക്കിളും ബൈക്കും കാറൊക്കെ കിട്ടുന്ന കാലമാണ്. മാഷാ അല്ലാ. തേർഡ് പ്രൈസ് കൊടുക്കുന്നത് മിക്സിയാണല്ലേ. പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള സാധനം. ഒന്ന് വാഷിംഗ് മെഷീൻ അവന് വാഷ് ചെയ്യണ്ടല്ലോ, അതങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ ബാക്കി സമയം ഫ്രീ ആണ്. പിന്നൊന്ന് ഫ്രിഡ്ജാണ് ആദ്യത്തേത്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ സമ്മാനങ്ങളാണ്. ഇതൊക്കെ സംഭാവന ചെയ്ത ആളുകൾ, ഇതിനു വേണ്ടി ഫണ്ട് ചെലവഴിച്ചവരെ, അവർക്കൊക്കെ അള്ളാഹു ഖൈർ ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ 1, 2, 3 സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോൺടെസ്റ്റുകളിലൊക്കെ, അതിൻ്റെ കോമ്പറ്റീഷനിലൊക്കെ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുക, അറിവ് നേടുക. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വലിയ അമല് അറിവ് നേടലാണ്, ഇൽമാണ്. അതിൻ്റെ സംവിധാനം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ മാലിക് ഇബ്നു അനസ് തങ്ങൾ, മാലിക്കി മദ്ഹബിൻ്റെ മഹാനായ നേതാവ്, മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഒരു കൊലക്കുറ്റം ചെയ്തൊരു മനുഷ്യൻ ഖിസാസ് വിധിക്കപ്പെടാൻ വേണ്ടി പോകുമ്പോൾ, എന്ന് പറഞ്ഞാൽ നാളെ അയാളെ തൂക്കിക്കൊള്ളുമെന്ന് വിചാരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇന്ന് അയാളെ തൂക്കിലേറ്റും. അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മഹാനോട് പറഞ്ഞു, അവനിനി ജീവിച്ചിരിക്കുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ആയിരിക്കാം. ആ സമയത്തിനുള്ളിൽ പറ്റുന്ന അറിവ്, ഇൽമ് അയാൾ നേടട്ടെ, അതാണ് അവൻ ചെയ്യേണ്ടത്. പറഞ്ഞു, പഠിച്ചിട്ട് എന്താ കാര്യം, അത് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ, അപ്പോഴേക്കും തൂക്കി അയാൾ കൊല്ലപ്പെടൂലേ. അപ്പോൾ പറഞ്ഞു, അയാൾ അമൽ ചെയ്തില്ലെങ്കിലും ഇൽമ് പഠിക്കുക എന്നത് വലിയൊരു ഇബാദത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊക്കെ അറിവിൻ്റെ അവസരങ്ങൾ ഒരുപാടുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ അഡ്മിഷൻ ചെയ്തതാണ്.